ആലുവ കുന്നത്തേരി സ്വദേശികളായ മിഷാൽ, എബിൻ, മുഹമ്മദ് റിയാസ്, സഹൽ എന്നിവരാണ് പിടിയിലായവർ. പ്രതികളെല്ലാം 20 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. പമ്പിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്ന് കവർച്ചയ്ക്ക് പിന്നിൽ യുവാക്കളാണെന്ന സൂചന പോലീസിന് ലഭിച്ചിരുന്നു. ക്യാൻവാസും ബർമൂഡയും ഹെൽമറ്റും ധരിച്ച ഒരാളുടെ ദൃശ്യം അന്വേഷണത്തിന് സഹായകരമായി. ചെറിയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട സമീപ പ്രദേശങ്ങളിലെ യുവാക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് നയിച്ചത്. ഒന്നാം പ്രതി മിഷാലാണ് സംഭവം ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും. ബൈക്ക് അപകടം മൂലമുണ്ടായ സാമ്പത്തിക ബാധ്യത തീർക്കാനായിരുന്നു മോഷണം. CCTV ഫുട്ടേജ് നമുക്ക് കിട്ടി. അതിൽ ഒരാളുടെ മുഖം വ്യക്തമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടൊരു അന്വേഷണം പരിസര പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിലുള്ള ചെറുപ്പക്കാരെയൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചതിൽ ഒരാളുടെ നമ്മൾ സംശയം തോന്നി. അങ്ങനെ ആളിനെ നമ്മൾ എടുത്തു. അയാൾ കുറ്റം സമ്മതിച്ചു. ആ കൂട്ടത്തിൽ ഒരു 4 പേരാണ്. 4 പേരും 18-19 വയസ്സുള്ള കുട്ടികളാണ്. 60 കിലോ ഭാരമുള്ള ലോക്കർ മിഷാലിന്റെ അച്ഛന്റെ വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ആലുവ ദേശം കാലടി റോഡിൽ ലോക്കർ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു. ലോക്കർ പ്രതികൾക്ക് തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. ജനലഴികൾ മുറിക്കാൻ ഉപയോഗിച്ച കട്ടറും ലോക്കർ കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് കണ്ടെടുത്തു.